സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പേരിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ നമ്മുടെ ഈ ഒരു കോർണറിൽ കൊണ്ടുവരാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈസി സ്മോക്കി ആയി ട്യൂട്ടോറിയലാണ്. ആൻഡ് ദാറ്റ് നമുക്ക് ഡെയിലി ബേസിസിൽ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ, ഓഫീസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒക്കെ നമുക്ക് ട്രൈ ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു സ്മോക്കി ആയി ലുക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാജലാണ് കേട്ടോ. നോർമലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് കാജൽ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ ഞാനിവിടെ ലാക്മേയുടെ കാജലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. സോ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. സോ അപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ നന്നായിട്ട് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. സോ നന്നായിട്ട് എത്രത്തോളം കടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം കടുപ്പിച്ച് എഴുതുക കേട്ടോ. സോ ഫസ്റ്റ് വാട്ടർ ലൈനിൽ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കണ്ണിൻ്റെ മീതെ ഇതേപോലെ പിടിച്ചിട്ട് ഈ ഒരു ഏരിയയിലും കൂടെ നമുക്ക് എഴുതി കൊടുക്കാം. എനിക്കിവിടെ എഴുതുമ്പോഴേലും ഇക്ലി ആവും കേട്ടോ. സോ നമ്മൾ ഈ ഒരു ഏരിയയിലും എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും അടിയിലും മേലെയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് എനിക്കിങ്ങനെ ഇക്ലി ആവാൻ തുടങ്ങും കേട്ടോ അപ്ലൈ ചെയ്യുമ്പോഴേലും മേലെ. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് കണ്ണ് പൂട്ടി വെച്ചിട്ട് ഇതേപോലെ വലിച്ചു പിടിക്കുക. ആൻഡ് ദെൻ നമ്മൾ ചെറിയ രീതിയിൽ കണ്ണിൻ്റെ മീതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യൂടിപ്പ്, അതായത് ഇയർബഡ്സ് ഉണ്ടാവില്ല, അത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. സോ ഇതേപോലെ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇന്നർ കോർണറിൽ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ സ്മഡ്ജ് ചെയ്താൽ മതി, ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മേലോട്ടേക്ക് ഈ ഒരു എൻഡ് ഏരിയ വരുമ്പോഴേലും നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ അതിൻ്റെ മീതെ ചെറുതായിട്ട്, വലിയ രീതിയിലൊന്നും എഴുതണ്ട, നേരത്തെ പ്രസ് ചെയ്ത് എഴുതിയ പോലെ ഒന്നും എഴുതണ്ട, ചെറിയ രീതിയിൽ നമുക്കൊന്നുകൂടെ ഈ ഒരു ഏരിയയിൽ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കട്ടിയിൽ, അതായത് എന്താ പറയുക, സപ്പോസ് മേലത്തെ ഭാഗമൊക്കെ നന്നായിട്ട് മയഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എഴുതിയിരിക്കുന്നത് അതുപോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എല്ലാം കൂടി മയഞ്ഞു പോയതുപോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായത്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പേരിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ നമ്മുടെ ഈ ഒരു കോർണറിൽ കൊണ്ടുവരിക. ആൻഡ് ദെൻ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇന്നർ കോർണറിൽ ഇനി ഈ ഒരു കോർണർ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിച്ചു പിടിക്കുക. ആൻഡ് ദെൻ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വലിച്ചു പിടിക്കുക. ആൻഡ് ദെൻ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ സ്മഡ്ജ് ചെയ്താൽ മതി. ഈ ഒരു സൈഡിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഈ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈസിയാണ്, നമുക്കൊരു ഐ ഷാഡോ വേണ്ട ആവശ്യമില്ല. ഇല്ലാതെ എന്താ പറയുക, ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രഷ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ക്യൂടിപ്പ് വെച്ചിട്ട് എഴുതാൻ പറ്റും കേട്ടോ. സപ്പോസ് നിങ്ങൾക്ക് ക്യൂടിപ്പ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഓൾറെഡി എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. സോ ഡു ട്രൈ ഇറ്റ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൻഡ് ബൈ.